ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്ത കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് മുഖ്യമന്ത്രിക്കും ലോകായുക്തയ്ക്കും ഇരട്ട പ്രഹരമെന്നുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്ത കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് മുഖ്യമന്ത്രിക്കും ലോകായുക്തയ്ക്കും ഇരട്ട പ്രഹരമെന്നാണ് KPCC അധ്യക്ഷൻ K. സുധാകരനും പറഞ്ഞിരിക്കുന്നത്. ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്ത മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അയോഗ്യരാക്കണമെന്ന പരാതി ലോകായുക്തയുടെ ഫുൾ ബെഞ്ച് തള്ളിയതിനെതിരെ പരാതിക്കാരനായ RS ശശികുമാർ ഫയൽ ചെയ്ത റിട്ട് ഹർജിയിൽ മുഖ്യമന്ത്രി, ലോകായുക്ത, മന്ത്രിമാർ എന്നിവർക്ക് നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അയോഗ്യരാക്കണമെന്ന ആവശ്യം നിലനിൽക്കില്ലെന്ന ലോകായുക്തയുടെ വിധി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചത്. കേസിൽ പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണിത്. പരാതി ആദ്യം പരിഗണിച്ച മുൻ ലോകായുക്ത ജസ്റ്റിസ് പയസ് കുര്യാക്കോസിന്റെ അധ്യക്ഷതയിലുള്ള 3-അംഗ ഫുൾ ബെഞ്ച് സാധ്യത ഉള്ളതായി കണ്ടെത്തിയ ഹർജി വീണ്ടും 3-അംഗ ബെഞ്ച് സാധ്യതയില്ലെന്ന് കണ്ടെത്തിയത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. ഉപലോകായുക്തമാരെപ്പറ്റി വ്യക്തിപരമായ പരാമർശമുള്ളതിനാൽ വിചാരണാ വേളയിൽ ആവശ്യമെങ്കിൽ 2 ഉപലോകായുക്തമാരെയും എതിർകക്ഷികളാക്കുവാൻ അനുവാദം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കുക തന്നെയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സ് നടത്തിയത് സാധാരണക്കാരെ ആത്മഹത്യാ മുനമ്പിൽ നിർത്തിയെന്ന് VD സതീശനും വ്യക്തമാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സ് നടത്തിയത് സാധാരണക്കാരെ ആത്മഹത്യാ മുനമ്പിൽ നിർത്തിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ണൂരിലെ കർഷക ആത്മഹത്യയെ പരാമർശിച്ചായിരുന്നു വിമർശനം. നടുവിൽ പഞ്ചായത്ത് പാത്തൻപാറ നൂലിട്ടാമലയിൽ ഇട്ടപ്പാറയ്ക്കൽ ജോസിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. 3 മാസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ മാത്രം 4ാമത്തെ കർഷക ആത്മഹത്യയാണ് ഉണ്ടായത്. 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് 91 കർഷകരാണ് ആത്മഹത്യ ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യായവില കിട്ടാത്തതും വന്യമൃഗശല്യവും കാലാവസ്ഥാ മാറ്റവും രോഗബാധയുമൊക്കെ സംസ്ഥാനത്തെ ഭൂരിഭാഗം കർഷകരെയും കടക്കണിയിലാക്കിയിരിക്കുകയാണ്. വിളനാശവും വിളകളുടെ വിലയിടിവും കാരണം വായ്പ തിരിച്ചടയ്ക്കാൻ പോലും സാധിക്കാതെ പല കർഷകരും കൂടുതൽ കടക്കണിയിൽ അകപ്പെടുകയാണ്. ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾ ജപ്തി ഭീഷണിയിലാണ്. ഇത്രയേറെ ഭീതിതമായ അവസ്ഥ നിലനിൽക്കുമ്പോഴും കർഷകരെയും കാർഷിക മേഖലയും പിണറായി സർക്കാർ പൂർണ്ണമായും അവഗണിക്കുകയാണ്. ഈ അവഗണനയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് കണ്ണൂരിലെ ജോസ്. പലിശയ്ക്ക് പണമെടുത്ത് കൃഷിയിറക്കുന്ന കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ആത്മഹത്യാ മുനമ്പിൽ നിർത്തിയിട്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഖജനാവിലെ പണമെടുത്ത് 1 കോടി രൂപയുടെ ബസ്സിൽ നവകേരള സദസ്സെന്ന അശ്ലീല നാടകം നടത്തിയത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദൂർത്തടിച്ച പണമെങ്കിലും പാവങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ ജോസ് ഉൾപ്പെടെയുള്ളവരുടെ ആത്മഹത്യകൾ ഒഴിവാക്കാമായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു.